Hello everyone. Computer security part 2 mainly covers the topic attacks in controlled computer system. There are mainly two categories of attacks in a computer system. First one is direct attack and second one is indirect attack. An attack means an act that takes advantage of a vulnerability to compromise a controlled system. This is known as an attack. An advantage of a vulnerability to compromise a control system, which means ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുക്കുകയാണ്, നല്ല കൺട്രോൾഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയ വീക്ക് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് ആ സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിനാണ് അറ്റാക്ക് എന്ന് പറയുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദർ ആർ ടു കാറ്റഗറീസ് ഓഫ് അറ്റാക്ക്, ഡയറക്റ്റ് അറ്റാക്ക് ആൻഡ് ഇൻഡയറക്റ്റ് അറ്റാക്ക്. ഡയറക്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹാക്കർ യൂസസ് ഹിസ് പേഴ്സണൽ സിസ്റ്റം ഓർ കമ്പ്യൂട്ടർ ടു ബ്രേക്ക് അപ്പ് ഇൻ ടു എ സിസ്റ്റം. ഹാക്കർ മീൻസ് ആരാന്ന് നമുക്കറിയാം. ഇപ്പോൾ ഹാക്കർ യൂസസ് ഹിസ് പേഴ്സണൽ സിസ്റ്റം ഓർ കമ്പ്യൂട്ടർ ടു ബ്രേക്ക് അപ്പ് ഇൻ ടു എ സിസ്റ്റം. അതായത് എന്താണ് ഇൻട്രൂഡർ അയാളുടെ സ്വന്തം സിസ്റ്റം ഉപയോഗിച്ച് വേറൊരു സിസ്റ്റം ഹാക്ക് ചെയ്യുകയോ ബ്രേക്കപ്പ് ചെയ്യുകയോ ഡാമേജ് ചെയ്യുകയോ ചെയ്യുന്നതിനാണ് ഡയറക്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇൻഡയറക്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാക്കർ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുന്നു ആൻഡ് യൂസിങ് ദാറ്റ് സിസ്റ്റം ആ സിസ്റ്റം നമ്മുടെ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, ദറ്റ് ഈസ് എ സിസ്റ്റം ഈസ് കോംപ്രമൈസ്ഡ് ആൻഡ് യൂസ് ടു അറ്റാക്ക് അതർ സിസ്റ്റം. ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യപ്പെട്ട സിസ്റ്റം ഉപയോഗിച്ച് ബാക്കി ഏത് ആണോ ടാർഗറ്റ് സിസ്റ്റം ആ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് മേജർ ടൈപ്സ് ഓഫ് അറ്റാക്സ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മലീഷ്യസ് കോഡ്, ബ്രൂട്ട് ഫോഴ്സ്, ഡിക്ഷണറി അറ്റാക്ക്, ഡോസ് അറ്റാക്ക്, spoofing, man in the middle, spam, mail bombing, sniffers, social engineering, farming, timing attack, malware. These are the main categories of attacks. First one, malicious code ennaanu nokkam. It includes execution of virus, worms, trojan horses and active web script with the intent to destroy or steal information. വൈറസ്, വോംസ് ഓർ ട്രോജൻ ഹോഴ്സസ് എന്താണ് ദേ ആർ പ്രോഗ്രാംസ് വിച്ച് ആർ ക്രിയേറ്റഡ് ടു ഡിസ്ട്രോയ് ഓർ ഡാമേജ് അവർ സിസ്റ്റം, ഡാമേജ് എ കൺട്രോൾ സിസ്റ്റം. അപ്പോൾ എന്തെങ്കിലും ഒരു കോഡ് ഒരു പ്രോഗ്രാം ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ പ്രോഗ്രാം വെച്ച് വൈറസിനെയോ വോംസിനെയോ ട്രോജൻ ഹോഴ്സിനെയോ നമ്മുടെ സിസ്റ്റത്തിലുള്ള എക്സിക്യൂട്ട് ചെയ്യാൻ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് മലീഷ്യസ് കോഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്വേഡിനെ ബ്രേക്കപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അറ്റാക്കാണ്. ദാറ്റ് ഈസ് ട്രൈയിങ് എവറി പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഓപ്ഷൻസ് ഓഫ് എ പാസ്വേഡ്. ഇപ്പം നമ്മുടെ സിസ്റ്റത്തിന് ഒരു പാസ്വേഡ് ഉണ്ട്, ആ പാസ്വേഡ് ഹാക്കറിന് അറിയാൻ പാടില്ല. അപ്പോൾ അയാൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ട്രൈസ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ, പല അയാൾക്കറിയാവുന്ന പാസ്വേഡ് ഒരുവിധം എല്ലാം തന്നെ ടൈപ്പ് ചെയ്ത് എല്ലാ കോമ്പിനേഷൻസും ടൈപ്പ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ ഹി ക്യാൻ ബ്രേക്ക് അപ്പ് ഇൻ ടു ദാറ്റ് സിസ്റ്റം. ദാറ്റ് ഈസ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പാസ്വേഡ് അറ്റാക്ക് അല്ലെങ്കിൽ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയും. നെക്സ്റ്റ് വൺ ഈസ് ഡിക്ഷണറി അറ്റാക്ക്. ഡിക്ഷണറി അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺലി യൂസ്ഡ് പാസ്വേഡ്സിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഹാക്കറിൻ്റെ കയ്യിലുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ *123# ABCD 1234568 അല്ലെങ്കിൽ അങ്ങനെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് പാസ്വേഡിന് വേർഡ്സിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഹാക്കറിൻ്റെ കയ്യിലുണ്ടാവും. ആൻഡ് യൂസിങ് ദിസ് ലിസ്റ്റ് ഓഫ് പാസ്വേഡ്സ് എ hacker attacks
ദി സിസ്റ്റം. ദാറ്റ് ഈസ് ഡിക്ഷണറി അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ DOS അറ്റാക്ക്. ഡോസ് അറ്റാക്ക് എന്ന് പറയും, ഓർ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. ഫ്രം ദി വേർഡ് ഡിനയൽ ഓഫ് സർവീസ് ഇറ്റ് എന്താണ്, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഒരു സർവീസ് നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്യുന്നു. ഇറ്റ് സെൻഡ്സ് ലാർജ് നമ്പർ ഓഫ് റിക്വസ്റ്റ് ടു എ ടാർഗറ്റ്. So many requests damage the target system as overloaded and cannot respond to a legitimate request for service. അപ്പോൾ ഏതെങ്കിലും ഒരു സെർവർ സിസ്റ്റത്തിലേക്ക് ലാർജ് നമ്പർ ഓഫ് റിക്വസ്റ്റ് അയക്കുകയാണ്. ഇപ്പോൾ ഒരു എന്താണ് PSCയുടെ ഒരു സൈറ്റ് എടുക്കുകയാണ്. ആ സൈറ്റിൻ്റെ സെർവർ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ എന്താണ് ഒരുപാട്, അല്ലെങ്കിൽ എന്താണ് ലൈഫ് മിഷനോ അങ്ങനെ എന്തെങ്കിലും നിറയെ സെർവർ സിസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടാർഗറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് നിറയെ റിക്വസ്റ്റ് നമ്മൾ അയക്കുകയാണ്. ഏതെങ്കിലും ഒരു ഫോം ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഫോം സബ്മിഷനോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഡിഫറെൻറ്റ് റിക്വസ്റ്റ് നമ്മൾ ഒരേ സമയത്ത് അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യൂസിങ് ഒരു സിസ്റ്റം ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് ഒരേ സമയത്ത് അയക്കുന്നു. മില്യൺസ് ഓഫ് thousands or lakhs or millions of requests are sent at a time. അങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് വരുമ്പോഴത്തേക്കും സെർവർ സിസ്റ്റത്തിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും റിക്വസ്റ്റിന് ഒരേ സമയത്ത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും എന്താണ് ഒറിജിനൽ ജെന്യൂൻ ആയിട്ടുള്ളൊരു റിക്വസ്റ്റ് അതിൻ്റെ ഇടയിൽ കൂടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ജെന്യൂൻ ഓർ വിച്ച് ഈസ് ഫേക്ക് റിക്വസ്റ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ the entire system get collapsed or damaged and cannot respond to the legitimate request. അതാണ് DOS attack എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ spoofing. A hacker sends message with a fake or forged IP address which looks like trusted host. ഫേക്ക് ആയിട്ടുള്ള IP അഡ്രസ്സിൽ നിന്നോ എന്താണ് ഹാക്കർ മെസ്സേജ് അയക്കുന്ന ഒരു ഇതിനാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക്. മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് TCP ഹൈജാക്കിംഗ്. അപ്പോൾ മാൻ ഇൻ ദി മിഡിൽ അറ്റാക്കിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the hacker monitors packets from the network, modifies them and insert them back into the network. So for example, ഒരു രണ്ട് കമ്പനീസ് ഉണ്ട്, കമ്പനി A ആൻഡ് കമ്പനി B. അപ്പോൾ കമ്പനി A കമ്പനി B ആയിട്ടൊരു ഡീല് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. സോ കമ്പനി A കമ്പനി Bയിലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കുകയാണ്. റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് ഹാക്കർ എന്താണെന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ he sits in between these two persons. കമ്പനി A സെൻഡ് ചെയ്യുന്ന റിക്വസ്റ്റ് ഇൻറ്റർസെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് ഹാക്കർ കയറി പ്ലേസ്ഡ് ആവുന്നു. ആൻഡ് കമ്പനി A സെൻഡ് ചെയ്ത റിക്വസ്റ്റ് ഹാക്കർ എടുത്തിട്ട് അത് മോഡിഫൈ ചെയ്യുന്നു. അയാളുടെ സൗകര്യം പോലെ മോഡിഫൈ ചെയ്തിട്ട് കമ്പനി Bക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ കമ്പനി B വിചാരിക്കും എന്താണ് കമ്പനി A അയച്ച മെസ്സേജാണ് എന്ന് വിചാരിച്ച് കമ്പനി B റെസ്പോണ്ട് ടു ദാറ്റ് മെസ്സേജ്. സോ കമ്പനി Bയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഹാക്കർ വീണ്ടും എടുത്തതിന് ശേഷം വീണ്ടും അയാളുടെ സൗകര്യം പോലെ മോഡിഫൈ ചെയ്തിട്ട് then again sends to company A. That is man in the middle attack. Next one is spam. It is an unsolicited commercial email. അതായത് നമ്മൾ മെയിലൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ കുറേ എന്താണ് അഡ്വർടൈസ്മെൻറ്റ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കുറേ മെയിൽ വന്ന് നമ്മുടെ ഇൻബോക്സ് ഫില്ലായിട്ടിരിപ്പുണ്ടാവും. സോ ആക്ച്വലി ദിസ് ഈസ് നോട്ട് എ വൈറസ്. നമ്മളെ ഹാം ചെയ്യുന്നൊരു ഇതല്ല, എങ്കിലും നമ്മുടെ സ്പേസ് എന്താണ് നമ്മുടെ സ്പേസ് ഒരുപാട് ഇതാവും, നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതാണ് സ്പാമിൻ്റെ പ്രത്യേകത. ആക്ച്വലി ഇതുകൊണ്ട് ഡാമേജ് ഇല്ലെങ്കിൽ പോലും നമ്മൾ കൂടുതൽ ആളുകൾ അതിനൊരു ന്യൂസൻസ് ആയിട്ടാണ് കരുതുന്നത്. ഇറ്റ് ഈസ് ആൻ അൺസോളിസിറ്റേറ്റഡ് കൊമേഴ്ഷ്യൽ ഇമെയിൽ.
Next one is mail bombing. An attacker routes large quantities of email to the target. അപ്പോൾ ഈ കേസിൽ എന്താ ചെയ്യുക, അറ്റാക്കർ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഓഫ് ഇമെയിൽ ഒരു ടാർഗറ്റിലേക്ക് അയക്കുന്നു. അതാണ് മെയിൽ ബോംബിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഒരുപാട് മെയിലുകൾ വന്ന് അതിൻ്റെ ഇൻബോക്സ് എല്ലാം ഫുള്ളായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ നമുക്കത് റീഡ് ചെയ്യാൻ ഒരു 1 by 1 ചെക്ക് ചെയ്യാൻ തന്നെ സമയം കിട്ടില്ല. അപ്പോൾ ആക്ച്വൽ മെയിൽസോ ശരിക്കും കിട്ടേണ്ട മെയിൽസോ ജെന്യൂൻ മെയിൽസോ ഒന്നും തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനോ വായിക്കാനോ സമയം കിട്ടില്ല. സോ the entire system get collapsed with large quantities of email. Sniffers. Next one is sniffers. A program or device that can monitor data traveling over a network. ഒരു മെയിൽ നമ്മൾ സെൻഡ് ചെയ്തു ഫ്രം മൈ സിസ്റ്റം ടു അനദർ സിസ്റ്റം. അപ്പോൾ നമ്മൾ ആ ഡാറ്റ സെൻഡ് ചെയ്തത് ഏത് മെയിൽ ഐ ഡിയിലേക്കാണ് പോകുന്നത്, അത് അവിടെ നിന്ന് വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഇത് മോണിറ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഓർ ഡിവൈസിനെയാണ് സ്നിഫർ എന്ന് പറയുന്നത്, സ്നിഫേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ എഞ്ചിനീയറിങ്. അപ്പോൾ നമ്മുടെ സോഷ്യൽ സ്കിൽസ് ഉപയോഗിച്ച് ആളുകളുടെ ഡിഫറെൻറ്റ് പീപ്പിളിൻ്റെ ഇത് മേടിക്കുന്നതാണ് ആക്സസ് ക്രെഡൻഷ്യൽസ്. നമ്മുടെ സോഷ്യൽ സ്കിൽസ് നമുക്ക് വർത്തമാനം പറയാനോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സ്കിൽസ് ഉപയോഗിച്ച് നമ്മൾ ഒരാളോട് നല്ല ഈസി ആയിട്ട് വർത്തമാനം പറയുക, ചാറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒരാളുടെ പേഴ്സണൽ പാസ്വേഡ്, യൂസർ നെയിം, അങ്ങനെയുള്ള ക്രെഡൻഷ്യൽസ് നമ്മൾ ആക്സസ് ചെയ്യുന്നു. ആൻഡ് ദെൻ അതിനെയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫിഷിംഗ്. An attempt to gain personal or financial information from an individual by posing as a legitimate entity. അപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ളൊരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ്, ഒരു പേഴ്സണാണ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സണിൻ്റെയോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ പേഴ്സണൽ ഓർ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെ ആക്സസ് ചെയ്യുന്നതിനാണ് ലെജിറ്റിമേറ്റ് എൻറ്റിറ്റി ആയിട്ട് പറയുന്നത്. ഇപ്പോൾ SBIയുടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതേപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് SBIയുടെ സൈറ്റാണെന്ന് കരുതി നമ്മൾ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഫേക്ക് SBIയുടെ സൈറ്റിൻ്റെ ഓണേഴ്സിന് നമ്മുടെ യൂസർ നെയിം പാസ്വേഡും കിട്ടും. ആൻഡ് യൂസിങ് ദാറ്റ് പാസ്വേഡ് ആൻഡ് യൂസർ നെയിം ദേ ക്യാൻ ആക്സസ് ടു ദി ഒറിജിനൽ സൈറ്റ് ആൻഡ് he can done any transactions with that particular account. ഓക്കെ, അപ്പോൾ SBIയുടെ ഫേക്ക് ആയിട്ടുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ SBIയുടെ ഒറിജിനൽ സൈറ്റാണെന്ന് കരുതി യൂസർ നെയിം പാസ്വേഡും ടൈപ്പ് ചെയ്യും. അപ്പോൾ ടൈപ്പ് ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡും നമുക്ക് ഹാക്കറിന് കിട്ടും. ആ ഹാക്കർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് ദാറ്റ് പാസ്വേഡ് ആൻഡ് യൂസർ നെയിം ഒറിജിനൽ സൈറ്റിൽ കയറിയിട്ട് ഇത് പാസ്വേഡും യൂസർ നെയിം ടൈപ്പ് ചെയ്യുന്നു, ലോഗിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് എന്തൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ ഈസ് ഫാമിംഗ്. റീഡയറക്റ്റിംഗ് വെബ് റിക്വസ്റ്റ് ടു ആൻ ഇല്ലെജിറ്റിമേറ്റ് സൈറ്റ്. അപ്പോൾ എന്തെങ്കിലും ഒരു വെബ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആക്ച്വൽ സൈറ്റിൽ നിന്നും മാറ്റി വേറെ ഏതെങ്കിലും ഫേക്ക് ആയിട്ടുള്ള സൈറ്റുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് വിടുന്നതിനെയാണ് ഫാമിംഗ് എന്ന് പറയുന്നത്. These are the major types of attacks in computer system. Some of the other types are timing attack, malware, backdoor, hoax, etc. are the other types. Thank you for watching this video.